സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കാൻ ഒരുങ്ങി സർക്കാർ. 2019 നിശ്ചയിച്ച ന്യായവില ഓരോ വില്ലേജിലും പുനർനിർണയം നടത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കൊടുങ്ങല്ലൂരിൽ നടന്ന ആധാരം എഴുത്തുകാരുടെ സംഘടനയുടെ സ്വീകരണ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. 2019 നിശ്ചയിച്ച ഭൂമിയുടെ ന്യായവില പുനഃപരിശോധിച്ച് ഓരോ വില്ലേജിലും പ്രത്യേകമായി പുനർനിർണയം നടത്തുന്നതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിങ്ങൾക്ക് പോസിറ്റീവാകുന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ അംഗമായി എഴുതിവെക്കപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, സംസ്ഥാനത്ത് പലരുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എഴുതി ചേർത്തിട്ടുള്ളത് നിങ്ങളിലേക്ക് പേടപ്പെടുന്നതാണ്. നിങ്ങളുടെ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചൊക്കെ തന്നെയാണ് പലരുടെയും ആധാരങ്ങളും സ്വന്തവകാശവും ആധാരവും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മുൻപോട്ട് നിൽക്കുന്നത്. തെറ്റ് തിരുത്തലാണ് കുറച്ച് എഴുതാവുന്നതും ഞാൻ അധികം എഴുതുന്ന സാഹചര്യം കുറവുണ്ടാകട്ടെ. പക്ഷെ എന്തിനായാലും ഇതൊരു വലിയ ശൃംഖലയാണ്, വലിയ മേഖലയാണ്. രജിസ്ട്രേഷൻ വകുപ്പ് സംസ്ഥാനത്തെ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന 4ാമത്തെ വകുപ്പുകളാണ്. കഴിഞ്ഞ വർഷം മാത്രം 6000 കോടി രൂപയുടെ വരുമാനം ഈ വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരെണ്ണം വളരെ കുറവാണ്, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിയെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ ചൈതന്യ ബിജു, CP അശോകൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.